ഹലോ നമസ്കാരം എല്ലാവർക്കും കുക്സ് ആൻഡ് ക്രാഫ്റ്റ്സിലേക്ക് സ്വാഗതം. ഇനി ഞാൻ ഷെയർ ചെയ്യുന്നത് നല്ല ടേസ്റ്റുള്ളൊരു മീൻ തിളപ്പിച്ചതിൻ്റെ റെസിപ്പിയാണ്. പലർക്കും അറിയാവുന്ന റെസിപ്പി തന്നെയായിരിക്കും. പിന്നെ ഇതിന് പലയിടത്തും പല പേരായിരിക്കും അറിയണത്. നമ്മൾ മീൻ തിളപ്പിച്ചതെന്നാണ് പറയണത്. ഇത് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. ഇതിലേക്ക് നമ്മൾ മസാലപ്പൊടികളായിട്ട് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ഒന്നും ആഡ് ചെയ്യാറില്ല. വേണമെങ്കിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുക. അതുമാതിരി പുളിയായിട്ട് ചേർക്കുന്നതും കുടംപുളിയോ വാളംപുളിയോ തക്കാളിയോ ഒന്നുമല്ല. അപ്പോൾ നമ്മൾക്ക് എങ്ങനെയാണ് ഈ മീൻ തിളപ്പിച്ചത് ഉണ്ടാക്കണേന്ന് നോക്കാം. അതിന് ഞാനൊരു മൺചട്ടി ചൂടാക്കിയിട്ടുണ്ട്. പിന്നെ ഒരു 15 കുഞ്ഞുള്ളി, ഒരു 8 വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടി ചതച്ചെടുക്കണം ആദ്യമേ. അപ്പോൾ ഈ മൺചട്ടി ചൂടായതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. 1-2 സ്പൂൺ ഒഴിച്ചു കൊടുക്കുക. പിന്നെ കുറച്ച് കടുക് പൊട്ടിക്കുക. ഇത് കടുകൊന്ന് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് ഉലുവയും അതുമാതിരി കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുക. ഉലുവ നല്ലൊരു ഫ്ലേവറിങ് ഏജൻ്റാണ് നമ്മളുടെ മീൻ കറിക്ക്, ചിക്കൻ റോസ്റ്റിന്, ടൊമാറ്റോ റോസ്റ്റിനൊക്കെ. ഒരുപാട് ചേർക്കരുത്. ഒരു 10-15 എണ്ണം പറയുകയാണെങ്കിൽ അത്രയും ചേർക്കാം. ഇപ്പോൾ ഇതിലേക്ക് നമ്മൾ ചതച്ച ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയുടെയും കൂടി കൂട്ടി ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒരു ഇളം ബ്രൗൺ നിറാവും വരെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ ഇതാ നമ്മളുടെ ഉള്ളിയൊക്കെ ഒന്ന് മൂത്ത് വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എരിവിനായിട്ട് ചേർത്ത് കൊടുക്കുന്നത് പച്ചമുളകൊന്നുമല്ല, അതിന് പകരം നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് വറ്റൽമുളക് ചതച്ചതാണ്. എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഉണങ്ങിയ മുളകുണ്ടല്ലോ, അത് ചതച്ചതാണ്. അത് നമ്മളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഇത് ഒരുപാട് മൈൽഡായിട്ടുള്ള കറിയല്ല, കുറച്ച് സ്പൈസി ആയിട്ടിരിക്കുമ്പോഴാണ് ഇതിന് ടേസ്റ്റ്. അപ്പോൾ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. പിന്നെ നിങ്ങളുടെ എരിവിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുക. ഞാനിവിടെ ഒരു 2.5 ടീസ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി ഈ വെളിച്ചെണ്ണയിൽ നല്ലതുപോലെ ഒന്ന് മൂത്ത് വരണം. അപ്പോൾ ഇതാ നമ്മളുടെ മുളക് നല്ലതുപോലെ മൂത്ത് വരണുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം ഒന്ന് ചേർത്ത് കൊടുത്ത് ഈ മുളകും ഉള്ളിയൊക്കെ കൂടി ഒന്ന് വെള്ളത്തിൽ വെന്ത് വരുമ്പോൾ കുറച്ചും കൂടി ഒരു ഗ്രേവിക്ക് തിക്നെസ് ഉണ്ടാവും. ഇത് ഒരുപാട് അങ്ങോട്ട് കുറുകിയ ചാറോട് കൂടിയ കറിയൊന്നുമല്ല. ഇതിൽ നമ്മൾക്ക് കുറുകാൻ വേണ്ടി നമ്മളൊന്നും ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല. അതുകൊണ്ട് തന്നെ വെള്ളം പോലെ ഇരിക്കുന്ന കറി തന്നെയാണ്. പിന്നെ ഇത് ഒരുപാട് വെള്ളത്തിലും കറി ഉണ്ടാക്കരുത്. കാരണം ഒട്ടും കട്ടിയില്ലാത്ത കറി ആയതുകൊണ്ട് ഒരുപാട് വെള്ളം ഒഴിച്ചുണ്ടാക്കിയാൽ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവത്തില്ല. പക്ഷേ ഇത് ചാറിന് കട്ടിയില്ലെങ്കിലും കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. പിന്നെ ഇത് വേണമെങ്കിൽ കുറച്ച് ചാറായിട്ട് എടുക്കുക, അല്ലെങ്കിൽ നല്ലതുപോലെ വറ്റിച്ചെടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റാണ്. ആ മീനിൻ്റെ പുറത്ത് നല്ലപോലെ വറ്റൽമുളകൊക്കെ പെരണ്ടിരിക്കുമ്പോൾ നല്ല ടേസ്റ്റ്, കുറച്ചും കൂടി നല്ലപോലെ വറ്റിച്ചെടുക്കുന്നതാണ്. ഇപ്പോൾ ഇതിലേക്ക് ഞാൻ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കറിക്ക് ആവശ്യമായ വെള്ളവും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 1.5 ഗ്ലാസ് വെള്ളമാണ്. ഇനി നമ്മൾ പുളിക്കായിട്ട് ചേർത്ത് കൊടുക്കുന്നത് വേറെ ഒന്നുമല്ല, നമ്മളുടെ ചൊറുക്കാന്നൊക്കെ പറയുന്ന വിനാഗിരി അല്ലെങ്കിൽ വിനീഗറാണ്. അത് നമ്മളുടെ പുളിക്കനുസരിച്ച് 2-3 സ്പൂൺ ചേർത്ത് കൊടുക്കുക. ഒരുപാട് പുളി വേണമെങ്കിൽ കുറച്ചും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നല്ലതുപോലെ ഇളക്കിയിട്ട് അടച്ച് വെച്ച് നല്ലപോലെ ഈ കറി തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് മീൻ ചേർത്ത് കൊടുക്കണം. മീൻ ചേർക്കുമ്പോൾ ഒരുപാട് വലിയ മീനുകളൊന്നും നമ്മൾ ചേർത്ത് കൊടുത്താൽ ഈ കറിയിൽ വലിയ ടേസ്റ്റ് ഉണ്ടാവത്തില്ല. ചെറിയ ചെറിയ മീനുകളായിട്ടുള്ള ചാള അല്ലെങ്കിൽ മത്തി, പിന്നെ ചെറിയ അയില, മുള്ളൻ, പിന്നെ നമ്മൾ തൊണ്ട് പൊളിക്കുന്ന നങ്കെന്ന് പറയില്ല, മാന്തൾ എന്നൊക്കെ ചിലർ പറയും, ആ മീനും ചേർത്ത് കൊടുത്താൽ നല്ലതാണ്. ചെറുത് അതാണ് ടേസ്റ്റ്. പിന്നെ കൊഴുവേലൊന്നും ഞാൻ വെച്ച് കണ്ടിട്ടില്ല, എനിക്ക് തോന്നുന്നില്ല നല്ലതായിരിക്കുമെന്ന്. അപ്പോൾ എന്താ ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് അയിലയാണ്. ചെറിയ അയില കഴുകി വൃത്തിയാക്കട്ടെ നല്ലപോലെ ഇങ്ങനെ വരഞ്ഞു കൊടുത്തിട്ടുണ്ട്, അതാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇത് ഒരുപാട് മീൻ കറി വെക്കണമെങ്കിൽ വാവിസ്താരം കൂടിയ പാത്രം എടുക്കണം. കാരണം ഒന്നിൻ്റെ പുറത്ത് ഒന്നായിട്ട് മീൻ ഇട്ട് കൊടുത്താൽ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. അതുപോലെ തന്നെ ഈ കറി നമ്മൾ വേവിച്ചെടുക്കുമ്പോൾ തീ ലോ ഫ്ലെയിമിൽ വെക്കണം. അല്ലെങ്കിൽ മീൻ നല്ലപോലെ വെന്ത് വരുമ്പോൾ ചിലപ്പോൾ ആ ഒരു മീനിൻ്റെ ഒരു പച്ചച്ചോക അല്ലെങ്കിൽ ആ ഒരു ഉളുമ്പ് മണമൊക്കെ നിൽക്കണം മാതിരി എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ വേവിച്ചെടുത്താൽ ആ ഒരു പ്രശ്നമൊന്നുമില്ല. ഇപ്പോൾ ഇതാ നമ്മളുടെ കറി നല്ലപോലെ തിളച്ച് വരുന്നുണ്ട്. ഇത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കണം. സ്പൂണിട്ട് ഒരുപാട് അങ്ങോട്ട് കുത്തി ഇളക്കിയാൽ മീനെല്ലാം അങ്ങോട്ട് പൊടിഞ്ഞു പോവും. അതുകൊണ്ട് ചുറ്റിച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഇതാ കറി നല്ലപോലെ തിളയ്ക്കുന്നുണ്ട്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി നല്ലപോലെ വറ്റിച്ച് തലേദിവസം എടുത്ത് നല്ലപോലെ വറ്റിച്ച് വെച്ചിട്ട് പിറ്റേ ദിവസം കഴിക്കുന്നതിന് മുമ്പായിട്ട് ചൂടാക്കി കഴിക്കുകയാണെങ്കിൽ അപ്പോഴാണ് ഇതിൻ്റെ ഏറ്റവും ടേസ്റ്റ്, നമുക്ക് കറക്റ്റായിട്ടുള്ള ടേസ്റ്റ് കിട്ടുന്നത്. ചൂടോടുകൂടി കഴിക്കാനും കുഴപ്പമില്ല, പക്ഷേ മീനിലേക്കൊക്കെ നല്ലപോലെ അത് പിടിക്കണമെങ്കിൽ തലേദിവസം ഉണ്ടാക്കി വെക്കണമാണ് നല്ലത്. അപ്പോൾ ഇതാ നമ്മളുടെ മീൻ തിളപ്പിച്ചത് ഓൾമോസ്റ്റ് റെഡി ആയിട്ട് വരുന്നുണ്ട്. കണ്ടില്ലേ, നല്ലതുപോലെ തിളച്ച് വരണുണ്ട്. ഇത് നമ്മൾക്ക് ചോറിൻ്റെ കൂടെയും പുട്ടിൻ്റെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ലതാണ്. ഞാനിപ്പോൾ ഇത് ദോശയുടെ കൂടെയാണ് സെർവ് ചെയ്യുന്നത്. ദോശയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ലതാണ് കേട്ടോ. ഏറ്റവും ടേസ്റ്റ് ഇത് കഴിക്കാൻ അരിപ്പുട്ടിൻ്റെ ഒപ്പമാണ്. അപ്പോൾ ഇതാ അധികം പുളിയില്ലാത്ത ദോശയുടെ കൂടെ ഈ കറി നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതാ ഞാനിത് ഒരുപാട് വറ്റിച്ചിട്ടില്ല, നേരത്തെ മാതിരി പറഞ്ഞ മാതിരി ഒരുപാട് വറ്റിക്കുന്നതാണ് കുറച്ചും കൂടി
എപ്പോഴും ഒരുപോലെ കഴിക്കാതെ ഇടയ്ക്കൊന്ന് വ്യത്യസ്തപ്പെടുത്തി കഴിക്കണമെന്ന് താല്പര്യമുള്ളവർക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. നല്ല എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാനും പറ്റും, നല്ല ടേസ്റ്റും ഉണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക്സ് അറിയിക്കുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സൈഡിൽ കാണുന്ന ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്യുക. നല്ലൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.